പറക്കും ബെൽറ്റ്. ഒരു ദിവസം കുട്ടൂസിനും ഡാഗിനെയും കാട്ടിലൂടെ നടക്കുമ്പോൾ ഈയിടെയായി നമ്മുടെ വിക്രമനെയും മുത്തുവിനെയും കാണാനില്ലല്ലോ. പോലീസ് പിടിച്ചു കാണും. പെട്ടെന്ന് ഹിഹി ഏ ഹിഹി നമസ്കാരം കുട്ടൂസാ. അയ്യോ, നീ എങ്ങനെ ഇവിടെ എത്തി? ഹിഹി ഞങ്ങൾ പറന്നു വരുന്നത് കണ്ടില്ലേ? ഞങ്ങളുടെ പറക്കും ബെൽറ്റ് കണ്ടോ? പറക്കും ബെൽറ്റോ? അതെ, പറക്കും ബെൽറ്റ്. ഇത് കെട്ടി സ്വിച്ചമർത്തിയാൽ സുഖമായി പറക്കാം. അയ്യനാ, ഇതെവിടുന്ന് കിട്ടി? ആ ലൊട്ടിലൊടുക്കും ഗുൽബിലുമാലൻ തന്നതാ. പറഞ്ഞു നിൽക്കാൻ നേരമില്ല, പിന്നെ കാണാം. ഞങ്ങളൊരു കൊള്ള നടത്താൻ പോവുകയാ. ടാറ്റാ. അവരുടെ പോക്ക് കണ്ട് രാജുവും രാധയും വഴിയിലൊരിടത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. രാധേ, അത് കണ്ടോ? ഈ വിക്രമനും മുത്തുവുമല്ലേ ആ പറന്നു പോകുന്നത്? അവർക്കെന്തോ മാന്ത്രിക വസ്തു കിട്ടിയിട്ടുണ്ട്, തീർച്ച. നമുക്ക് മായാവിയെ വിളിക്കാം. ശരിയാ? ഓ ഗ്രീൻ കുട്ടിച്ചാത്താ, ഓ ഗ്രീൻ കുട്ടിച്ചാത്താ. രാജുവും രാധയും വിളിക്കുന്നു. എന്നെ വിളിച്ചോ? ഹായ് മായാവി. മായാവി, ആ മുത്തുവും വിക്രമനും ഇപ്പോ അതിലെ പറക്കുന്ന കണ്ടു. അവർക്ക് എന്തെങ്കിലും മാന്ത്രിക ശക്തി കിട്ടിക്കാണുമോന്നാ പേടി. ശരിയാ, നമുക്ക് നോക്കാം. എങ്കിൽ അവർ കൊള്ളയടിക്കാനുള്ള പോക്കാണ്. അതേസമയം പട്ടണത്തിലെ ഒരു ബാങ്കിൽ അനങ്ങിപ്പോയാൽ ചുട്ടുകളയും. പണമെല്ലാം ഈ പെട്ടിയിലാക്ക്. ശരി. ഹാഹാ, കൊള്ളാം വിക്രമ. ഇനി നമുക്ക് പോകാം. കോളടിച്ചു. ഒരു 10 ലക്ഷമെങ്കിലുമുണ്ട്. അതെ അതെ, അതാവൻ. പണിയുണ്ട്. ഓം ക്രീം ചെറുതാവട്ടെ. അതോടെ അയ്യോ, വിക്രമനും മുത്തുവും ചെറുതായതോടെ പറക്കും ബെൽറ്റ് അഴിഞ്ഞു പറന്നുപോയി. അമ്മേ, അമ്പട, നിങ്ങളെ എത്ര കാലമായി തേടിയാർക്കുന്നു. അയ്യോ.